വിവാദ കോലാഹലങ്ങൾക്കെല്ലാം മധ്യേ ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തുന്നു. അദ്ദേഹം എന്തു പറയുന്നുവെന്ന് കേൾക്കാൻ, അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചു പത്രക്കാര്. പക്ഷെ അദ്ദേഹം പറഞ്ഞു നോ കമന്റ്സ്, ഒരു പ്രതികരണവുമില്ല. അദ്ദേഹം ഇന്ന് വരും തൃശ്ശൂര് തന്റെ ഓഫീസിലേക്ക്. ഇടതുപക്ഷക്കാര് കരിയോയിൽ ഒഴിച്ച ബോർഡിനടുത്തേക്ക് അദ്ദേഹം വരും. തീർച്ചയായും പ്രതികരിക്കുകയും ചെയ്യും. ഛത്തീസ്ഗഡിൽ 2 സന്യാസിനിമാർ ഒരു കാരണവുമില്ലാതെ 9 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു. അതിനെപ്പറ്റി ഇതുവരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. സന്യാസിനിമാർ ഒരാൾ തൃശ്ശൂർ അടുത്തുള്ള ആൾ തന്നെയാണ്, ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നോക്കാം എന്താണ് അദ്ദേഹം പറയുന്നതെന്ന്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, വസ്തുതയാണ് 100%. പക്ഷേ എന്ന് കരുതി 75,000 വോട്ടിന് ഭൂരിപക്ഷം ജയിച്ച് സുരേഷ് ഗോപിയോട് രാജിവെച്ചോളാൻ പറഞ്ഞാൽ അതൊക്കെ വെറും മലപ്പൊടിക്കാൻ സ്വഭാവമേ പറയാനുള്ളൂ. അനധികൃതമായി വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അന്ന് നോക്കണമായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ കണ്ണും കാതും തുറന്നു വെച്ചിരിക്കണം. ആരൊക്കെയാണ് വോട്ട് ചെയ്യാൻ വരുന്നത്? പോളിംഗ് ചെയ്യുന്നുണ്ടല്ലോ, ബൂത്ത് ഏജന്റ്, പിന്നെ എന്തെല്ലാം സംവിധാനമുണ്ട്. എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു 45 ദിവസം അതിനുള്ളിൽ കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ പോസ്റ്റ്മോർട്ടം എന്നുള്ളതേ ഉള്ളൂ, ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അതല്ലാതെ ഇപ്പോൾ അക്രമം കാണിച്ചിട്ടോ കല്ലേറ് നടത്തിയിട്ടോ കരിയോയിൽ വെച്ചിട്ടോ ഒരു കാര്യവുമില്ല. അതൊക്കെ ചീപ്പ് വേലത്തരങ്ങളെന്നേ പറയാനുള്ളൂ. അതിനെ അംഗീകരിക്കാൻ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സാധിക്കുകയില്ല. അതിനുപരി ഓർക്കണം, ക്രമസമാധാനം പരിപാലിക്കേണ്ടത് ഭരണപക്ഷത്തിന്റെ ചുമതലയാണ്, പ്രതിപക്ഷത്തിൻ്റെതല്ല. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് BJP എന്ന് പറയുന്ന മുഖ്യ പ്രതിപക്ഷമായി മാറുകയാണ്. കോൺഗ്രസ് എവിടെയും കാണാനില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ സംഭവിക്കാൻ പോകുന്നു അത് തന്നെ ആയേക്കാം. ഏതാണെങ്കിലും ശ്രീമാൻ സുരേഷ് ഗോപി എന്തു പറയുന്നുവെന്ന് നമുക്ക് കാതോർക്കാം.